ഉണ്ടായ അനുഭവങ്ങൾ സാറിൻ്റെ കലാലയം എന്ന് സാറിൻ്റെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നല്ലോ ആക്ച്വലി. കലാലയം എന്ന് പറഞ്ഞാൽ കോളേജ് ഓക്കെ ഞാൻ വളരെ കുറവായിരുന്നു. കാരണം ഞാൻ കറസ്പോണ്ടൻസ് പോലെയാണ് പഠിച്ചത്. കാരണം അണ്ടർ 19 കളിക്കുമ്പോഴാണ് ഈ രഞ്ജി ട്രോഫി കളിച്ചത്. അപ്പോൾ 19 വയസ്സ് തൊട്ട് ശരിക്കും വളരെ കുറവാണ്. അപ്പോൾ ഭാരത് മാതാ കോളേജിൽ ഞാൻ കറസ്പോണ്ടൻസ് ആണ് ചെയ്തത് അവിടെ നമ്മുടെ തൃക്കാക്കരയിൽ. അപ്പം കോളേജിൽ എനിക്ക് ഫ്രണ്ട് സർക്കിളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഗോഡ്സ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ കളിച്ചതിന് ശേഷം ആണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ കണ്ടല്ലേ, ഇപ്പോൾ 32 വയസ്സായിട്ട് ഇപ്പോൾ ഒരു കോളേജ് വരുമ്പോൾ ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് 22 വയസ്സ് തൊട്ട് പല പല കോളേജുകളിൽ പോകാൻ പറ്റി. അപ്പോൾ കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ കളിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ. കാരണം ഞാൻ ഇന്ത്യ കളിച്ചതിന് ശേഷം എന്താ പറയുക, ശ്രീശാന്ത് എന്നുള്ള വ്യക്തിയായിട്ട് കോളേജിൽ പോയി അത്രയും ഞാൻ എൻ്റെ സ്വന്തം കോളേജിൽ പോയിട്ടില്ല. അതാണ് വാസ്തവം. കുറേ ഫ്രണ്ട് സർക്കിളൊക്കെ സ്കൂൾ ഫ്രണ്ട്സാണ്. ക്യാമ്പസിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പ്രണയം. ക്യാമ്പസ് പ്രണയത്തെ പറ്റിയുള്ള ക്യാമ്പസ് പ്രണയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ആണെങ്കിലും ചിലപ്പോൾ പ്രേമിക്കുന്നവർ തന്നെ ആ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ ആ സെയിം കോളേജിൽ പഠിക്കാനൊക്കെ നോക്കാറുണ്ട്. അതാണ്. അപ്പോൾ നല്ല പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നല്ലോണം ആൺകുട്ടി പഠിക്കണം, നല്ല ആൺകുട്ടി പഠിക്കുവാണെങ്കിൽ പെൺകുട്ടി പഠിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ക്യാമ്പസ് പ്രണയം എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. കാരണം ഈ കുട്ടി അവിടെ ഇല്ലെങ്കിൽ ഈ കുട്ടി അങ്ങനെ. അപ്പം ക്യാമ്പസ് പ്രണയത്തിൽ എനിക്ക് അനുഭവമില്ല. കാരണം ഞാൻ കളിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, ഇന്ത്യ കളിച്ചതിന് ശേഷം എൻ്റെ വൈഫിനോട് പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഗേൾ ഫ്രണ്ട് ദെൻ വൈഫ് നൗ. അപ്പം ഞാൻ എൻ്റെ പ്രണയം തുടങ്ങിയത് തന്നെ ശരിക്കും 2007-ലാണ്. അപ്പോൾ ക്യാമ്പസ് പ്രണയം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വളരെ കുറവായിരുന്നു കോളേജിൽ പോണത്. 2020 വേൾഡ് കപ്പിലെ ആ ക്യാച്ചാണോ അതോ 2007 വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ ആ ടീമിൽ അംഗമായതാണോ കൂടുതൽ പ്രാധാന്യത്തോടെ? ഈ രണ്ട് ക്വസ്റ്റ്യനിൽ എനിക്കാണോ ഓപ്പർച്യൂണിറ്റി ക്യാച്ച് എടുത്ത് തന്നെ. കാരണം ആ ക്യാച്ച് ആർക്ക് വേണമെങ്കിൽ കിട്ടായിരുന്നു, ദേവാനുഗ്രഹം. അപ്പം ക്യാച്ച് എടുത്ത് തന്നെ ആയിരിക്കും പ്രധാനം. ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് അതല്ല. പക്ഷേ ഈ രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും 2020-യുടെ ക്യാച്ച് എൻ്റെ കൈകളിൽ വീണാന്ന് തോന്നുന്നു. ഗോഡ് ഗ്രേസ്. ക്രിക്കറ്റ് ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള നിമിഷം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിൻ്റെ വരെ ബോൾ ചെയ്തപ്പോൾ. കാരണം ചെറുപ്പം അതിൻ്റെ സ്റ്റേഡിയത്തിനുള്ളിൽ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ആ സ്റ്റേഡിയത്തിനുള്ളിൽ കളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൊട്ട് സെൻറ്റ് ആൻ്റണീസ് തൊട്ട് സെൻറ്റ് ജോർജ് എല്ലാ പള്ളിയിലൊക്കെ പോയി. ടിനിച്ചേട്ടന് ടീമിലുണ്ടായ സമയത്ത് ടിനിച്ചേട്ടന് കളിക്കാൻ ചാൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ 2000-ൽ പ്രാർത്ഥിച്ചിരുന്നു, ഗോഡ് വില്ലിങ് ഇനി ഇവിടെ കളിക്കുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ കേരളത്തിൽ നിന്നാണ് ഞാനായിരിക്കുമെന്ന്. അത് 2006 ഏപ്രിൽ 2-ാം തീയതി തോന്നുന്നു, അത് 3-ാം തീയതിയോ ഇംഗ്ലണ്ട് വരെ കളിക്കാൻ പറ്റി. സെക്കൻഡ് ഓവറിൽ വിക്കറ്റ് കിട്ടി. ഫസ്റ്റ് ഓവർ മെയ്ഡിനായിരുന്നു. അല്ല, ലാസ്റ്റ് ബോളിൽ സ്ട്രോസ് 4 അടിച്ചു, സോറി. അപ്പം എനിക്കൊണ്ട് സെക്കൻഡ് ഓവറിൽ എനിക്ക് മാത്യു പെയറിന് ഔട്ടാക്കാം. എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ശ്രീശാന്ത് സച്ചിൻ എന്ന് വിളിക്കണ പോലെ ഓൾമോസ്റ്റ് 70,000 പീപ്പിൾ ശ്രീശാന്ത് വിളിച്ച് ആ വിക്കറ്റ് എടുത്താണെന്ന് തോന്നുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഹാപ്പിയസ്റ്റ്. ഒരേ ഒരു ചോദ്യം കൂടി. ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന പനച്ചിക്കാട് അമ്പലം ഉള്ള പനച്ചിക്കാടാണ്. താങ്കൾ പനച്ചിക്കാടുമായിട്ട് വളരെ ഒരു താല്പര്യമുള്ള രാഷ്ട്രീയമാണ്. അതെ വഴിയൊക്കെ അറിയാം. അതെ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മിക്ക തവണയും പൂജ ചെയ്യാറുള്ള സ്ഥലമാണ്. അപ്പം എന്താ പറയണേ, എനിക്കൊന്നും എൻ്റെ ലൈഫിലെ ഏറ്റവും സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയുടെയും പ്രാർത്ഥനയായിരിക്കും. അതും ഞാൻ പോലും അറിയാത്ത എത്രയോ ആളുകളിൽ ഇപ്പോൾ ശ്രീശാന്ത് ചാദ്യം, ഞാൻ മിക്ക ഇൻ്റർവ്യൂവിലും പറയാനാണ് അത്. മിക്കവരും ശ്രീശാന്ത് ചാദ്യം എന്ന് പ്രാർത്ഥിക്കും. ചില അമ്പലങ്ങൾ ആദ്യമായിട്ട് ചിലപ്പോൾ പറയും ഇവിടെ ഓൾറെഡി നിങ്ങളുടെ പ്രാർത്ഥന പൂജ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാമാണ്. അപ്പോൾ എന്തായാലും പനച്ചിക്കാട് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം തന്നെയാണ് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും സ്ട്രെങ്ത്. മകൾ ശ്രീകുട്ടിയെ പറ്റി? മകൾ ശ്രീ സാൻവിക എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പോൾ ശ്രീ സാൻവികയെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ശ്രീകുട്ടി എന്നാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ ശ്രീകുട്ടി എന്ന് തന്നെ വിളിച്ചാൽ പോലെ ശ്രീശാന്തിൻ്റെ കുട്ടിയല്ലേ ശ്രീകുട്ടി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ശ്രീ സാൻവിക മഹാലക്ഷ്മിയുടെ പേരാണ്, പര്യായം പോലെ. അപ്പം എന്താ പറയുക, വളരെ ചിരിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം തൊട്ടാണ്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മിക്ക കൊച്ചുങ്ങളും 3-3.5 മാസം എടുക്കും ചിരിക്കാൻ. അപ്പോൾ എൻ്റെ ദേവാനുഗ്രഹം കൊണ്ട് 2-2.25 മാസം എടുക്കും ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 4 മാസമായി. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, 4th month ബർത്ത്ഡേ എന്നൊക്കെ പറയണമല്ലേ. അപ്പം നന്നായിട്ട് പോകണു. എനിക്കൊണ്ട് എൻ്റെ ലോകത്തല്ല യൂണിവേഴ്സിൽ വെച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റും ഞാൻ ഇപ്പോൾ ചേട്ടൻ ചോദിച്ച പോലെ തന്നെ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു May 9, 2015 തന്നെയാണ്. വൈകുന്നേരം 7:02 എൻ്റെ കുട്ടി ജനിച്ചപ്പോഴാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്. അത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും പറഞ്ഞാൽ അത് മനസ്സിലാവും.
തീർച്ചയായിട്ടും